ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ റൈനോയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ജൂലൈ 18 LGS എക്സാം എഴുതുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു കറണ്ട് അഫയേഴ്സ് സെക്ഷനാണിത്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നീ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന ഫയർവുമൺ എക്സാം എഴുതിയ എല്ലാവരും, നമ്മുടെ ക്ലാസ് കണ്ടിട്ട് പോയ എല്ലാവരും നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തെന്ന് കരുതുന്നു. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ നോക്കിയ സമയത്ത് നമ്മൾ ഈ ക്ലാസ്സിൽ PSC ബുള്ളറ്റിൻ വീക്കിലി നമ്മൾ ഇടുന്ന ക്ലാസ്സിലുള്ള മിക്ക ചോദ്യങ്ങളും അതിലുണ്ടായിരുന്നു. സോ എല്ലാവരും നമ്മുടെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ കയറി നമ്മുടെ ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു ക്ലാസ്, ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും വലിച്ചു വാരി എക്സ്പ്ലെയിൻ ചെയ്ത് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നതല്ല. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ മനസ്സിലാക്കാം എന്ന രീതിക്കാണ് ഈ ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ എല്ലാവരും ഫുള്ളായിട്ട്, അതായത് മുഴുവനായിട്ട് ഈ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അധികം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, 2026 ജനുവരി 29 2026-27 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KN ബാലഗോപാലാണ്. അപ്പൊ KN ബാലഗോപാലാണ് 2026-27 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി. നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി കൂടെ ആരാണ്? KN ബാലഗോപാൽ. എത്ര മണിക്കൂറാണ്? 2 മണിക്കൂർ 52 മിനിറ്റ്. അപ്പോൾ 2026-27 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? KN ബാലഗോപാലാണ്. അടുത്ത പോയിന്റ്, രാജ്യത്താദ്യമായി വയോജന ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളമാണ്. രാജ്യത്താദ്യമായി വയോജന ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതണം? കേരളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിലവിൽ വരുന്നത് എവിടെയാണ്? ആറ്റുകാൽ. അത് നമ്മുടെ തിരുവനന്തപുരത്താണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം നിലവിൽ വരുന്നത് എവിടെയാണ്? ആറ്റുകാൽ, തിരുവനന്തപുരത്താണ്. അടുത്ത പോയിന്റ്, സമഗ്രമായ നഗര നയം, അതായത് കോംപ്രിഹെൻസീവ് അർബൻ പോളിസി രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറാൻ ഒരുങ്ങുന്നത് നമ്മുടെ കേരളമാണ്. അപ്പോൾ സമഗ്രമായ നഗര നയം, കോംപ്രിഹെൻസീവ് അർബൻ പോളിസി രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറാൻ ഒരുങ്ങുന്നത് ആരാണ്? നമ്മുടെ കേരളമാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ EP രാജഗോപാലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണിത്. പുരസ്കാരങ്ങളിൽ നിന്ന് മിക്കവാറും PSC ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ജേതാവ് ആരാണെന്ന്. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ EP രാജഗോപാലാണ്. സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. ഈ ഗ്രന്ഥം കൂടെ അറിഞ്ഞിരുന്നത് എന്താണ്? ഉൾക്കഥ. 2024 ലഭിച്ച വ്യക്തിയെ കൂടെ അറിഞ്ഞിരുന്ന ആരാണ്? K അരവിന്ദാക്ഷൻ. K അരവിന്ദാക്ഷനാണ് 2024 ലഭിച്ചത്. 2025 ആർക്കാണ് ലഭിച്ചത്? EP രാജഗോപാൽ. ഗോപ്പ എന്ന് പറയുന്ന നോവലിനാണ് K അരവിന്ദാക്ഷന് 2024 എന്ത് ലഭിച്ചത്? ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്, സംസ്ഥാന സർക്കാരിന്റെ 2026 വർഷത്തെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാഗസ്വര വിദഗ്ധൻ ആരാണെന്ന് ചോദിച്ചാൽ തിരുവിഴ ജയശങ്കർ. അപ്പൊ തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസന പുരസ്കാരത്തിന് അർഹത നേടിയത്. പുരസ്കാര തുക ഒന്ന് അറിഞ്ഞിരുന്ന 1 ലക്ഷം രൂപയാണ്. 2025 ആർക്കാണ് ലഭിച്ചതെന്ന് അറിഞ്ഞിരുന്ന ആർക്കാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂരിക്കാണ് 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്, 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്സി തോമസ് ആണ്. ടെസ്സി തോമസിന് വേറൊരു പേര് കൂടെയുണ്ട്, മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ടെസ്സി തോമസ് ആണ്. അവാർഡുകളൊക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മസ്റ്റായിട്ട് നമ്മൾ LGS എക്സാമിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ആയിട്ട് PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള പുരസ്കാരങ്ങളാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു
പുരസ്കാരങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചാൽ ടെസ്സി തോമസ് ആണ്. നമ്മൾ ഈ പഠിപ്പിക്കുന്ന ക്ലാസ് ചിലപ്പോൾ ഒരു വട്ടം കേൾക്കുമ്പോഴേനും എല്ലാം ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. 1 or 2 വട്ടം ഒന്ന് ക്ലാസ് കേട്ടാൽ മാത്രമേ നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ വരുമ്പോഴേനും നമുക്ക് ഓപ്ഷൻ കട്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ്, 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയാണ്. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കൊച്ചിയാണ്. നമ്മൾ വേദികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. വേദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവരും ക്ലാസ് പൂർണ്ണമായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്? ആറളം വന്യജീവി സങ്കേതമാണ്. ഇത് എവിടെയാണ്? ഇത് കണ്ണൂരിലാണ് ഉള്ളത്. ഈ ഒരു ചോദ്യം നമ്മുടെ ഫയർ റൂമിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ മുന്നേ PSC ബുള്ളറ്റിൻ ക്ലാസ്സിലും നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതമാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിൽ കടുവകളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ 33 വർഷത്തിനു ശേഷം ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിനാണ് കടുവ സംസ്ഥാന പദവി നൽകിയതെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിൽ, എവിടെയാണ്? രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിൽ കടുവകളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ 33 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിനാണ് കടുവ സംസ്ഥാന പദവി നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്താണ്. അടുത്ത ചോദ്യം, വീട്ടിൽ നിന്ന് ലോകത്തേക്ക് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ആഗോള വിപണിയിൽ എത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾക്ക് നൽകിയ പുതിയ ബ്രാൻഡ് നെയിം അറിഞ്ഞിരുന്ന എന്താണ്? കെ ഇനം. അപ്പൊ കെ ഇനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? വീട്ടിൽ നിന്ന് ലോകത്തേക്ക് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ആഗോള വിപണിയിൽ എത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പുതിയ ബ്രാൻഡ് നെയിമാണ് കെ ഇനം. അടുത്ത ചോദ്യം, 2026 ഫെബ്രുവരി 1 മുതൽ നിലവിൽ വരുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ പുതിയ നികുതി നിരക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40%. ഇതുപോലുള്ള ചോദ്യങ്ങൾ PSC മുന്നേ ചോദിച്ചിട്ടുണ്ട് LGS ലെവലില്. 2026 ഫെബ്രുവരി 1 മുതൽ നിലവിൽ വരുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ പുതിയ നികുതി നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ്? 40%. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പറ്റ കോടതിയാണ്. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പറ്റ കോടതിയാണ്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യം ശ്രദ്ധിച്ചിരുന്നോ? കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്ന് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 11. അപ്പോൾ കയറ്റുമതിക്കായി സംസ്ഥാനങ്ങൾ എത്രത്തോളം സജ്ജമാണെന്ന് സംബന്ധിച്ച് നീതി ആയോഗ് തയ്യാറാക്കിയ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം പറഞ്ഞിരുന്നത് എത്രയാണ്? 11. 2 പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവയാണ് ആദ്യ 3 സ്ഥാനങ്ങൾ. ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഉത്തരാഖണ്ഡാണ്. ഈ 2 പോയിന്റോടെ അറിഞ്ഞിരുന്നു. സ്ത്രീകളുടെ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി സർക്കാർ തലത്തിൽ ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ സ്ത്രീകളുടെ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി സർക്കാർ തലത്തിൽ ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. നമ്മളിനി മുന്നോട്ട് പഠിക്കുമ്പോഴേനും ഒരുപാട് സംസ്ഥാനങ്ങൾ പഠിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറന്നു പോകത്തില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു കണക്ഷൻ വേർഡായിട്ട് എന്തെങ്കിലും കോഡോ ട്രിക്കോ എന്തെങ്കിലും രീതിക്ക് വേണം എന്ത് ചെയ്യാൻ, കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടിയിട്ട്. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്താണ്. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താനുള്ള ആശാവാൻ മൊബൈൽ ആപ്പ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ച ഏതാണ്? അത് ഗുജറാത്താണ്.
അടുത്ത പോയിന്റ്, 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ്. ഈ പത്രം വായിക്കുന്നവരൊക്കെ രാജാവാണ്, അങ്ങനെ ഇങ്ങനത്തെ ഒരു നമ്മൾ പറയത്തില്ലേ കോഡുകൾ, ഇങ്ങനെ കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയർ എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പോ 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാജസ്ഥാൻ. അടുത്ത പോയിന്റ്, 2026 ജനുവരിയിൽ ഭൗമസൂചിക പദവി അതായത് GI ടാഗ് ലഭിച്ച രാജസ്ഥാനിലെ ആയുർവേദ സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ നാഗൗരി അശ്വഗന്ധ. 2026 ജനുവരിയിൽ ഭൗമസൂചിക പദവി ലഭിച്ച രാജസ്ഥാനിലെ ആയുർവേദ സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ നാഗൗരി അശ്വഗന്ധയാണ്. അടുത്ത ചോദ്യം, ഈ ചോദ്യം PSC ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 2025 ഡിസംബറിൽ ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചാൽ ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപിനാണ് 2025 ഡിസംബറിൽ ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചാൽ ഡൊണാൾഡ് ട്രംപ് ആണ്. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് വടകരയിലാണ്. അപ്പോൾ വടകരയിലാണ് കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ എന്ത് ചെയ്ത് സ്ഥാപിതമാകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപ്പാത നിലവിൽ വരുന്നത് കോഴിക്കോട് വയനാടാണ്. ഇത് ഒരുമിച്ചാണ്, ഇത് ആൻസർ ആണ്, കോഴിക്കോട് വയനാട്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപ്പാത നിലവിൽ വരുന്ന എവിടെയാണ്? കോഴിക്കോട് വയനാട്. ഇപ്പൊ ന്യൂസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത കൂടെയാണ് അല്ലേ, അവിടെ മണ്ണിടിച്ചിൽ വരികയും ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം അല്ലേ. അപ്പോൾ ഓർത്തു വെച്ചിരുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപ്പാത നിലവിൽ വരുന്ന എവിടെയാണ്? കോഴിക്കോട് വയനാടാണ്. അടുത്ത പോയിന്റ്, മികച്ച മലയാള നോവലിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചാൽ N പ്രഭാകരനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുരസ്കാരങ്ങൾ. നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം. മികച്ച മലയാള നോവലിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ N പ്രഭാകരനാണ്. അടുത്ത പോയിന്റ്, വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുന്ന പുതിയ തരം ഡ്രോൺ സംവിധാനം അറിയപ്പെടുന്നതാണ് ഗജാസ്ത്രം. അപ്പം ഗജാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുന്ന പുതിയ തരം ഡ്രോൺ സംവിധാനം അറിയപ്പെടുന്നതാണ് ഗജാസ്ത്രം. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരണ നഗരം ഏതാണ്? ഗാസിയാബാദ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും മലിനീകരണ നഗരം ഏതാണ്? ഗാസിയാബാദ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരണ നഗരം ചോദിച്ച ഗാസിയാബാദ് ആണ്. അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഗാസിയാബാദ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. 2ാം സ്ഥാനത്തുള്ളത് നോഡിയാണ്. 3ാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ്. ഇത് കൂടെ ഒന്ന് അറിഞ്ഞിരുന്നു. ഓക്കെ, 2ാം സ്ഥാനമുള്ളത് നോഡിയ, 3ാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ്. അടുത്ത പോയിന്റ്, ഇത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സാവൽകോട്ട് ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ചെനമ്പാണ്. സാവൽകോട്ട് ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചെനമ്പാണ്. ബഡ്ജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായിട്ട് മാറിയത് ഉത്തർപ്രദേശാണ്. ബഡ്ജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായിട്ട് മാറിയത് ഉത്തർപ്രദേശാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. PSC മസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നവേഷൻ മിഷൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്നവേഷൻ മിഷൻ ആരംഭിച്ച ത്രിപുരയാണ്. ഈ നീതി ആയോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടെയാണ് നീതി ആയോഗ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ മസ്റ്റായിട്ട് എല്ലാവരും അറിഞ്ഞിരുന്നോ? നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നവേഷൻ മിഷൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഇന്നവേഷൻ മിഷൻ ആരംഭിക്കുന്നത് എവിടെയാണ്? ത്രിപുരയാണ്. അടുത്ത ചോദ്യം, കടൽ വെള്ളത്തിൽ നിന്നും കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാൻ നിലവിൽ വരുന്നത് ലക്ഷദ്വീപിലാണ്. അപ്പോൾ ലക്ഷദ്വീപിലാണ് കടൽ വെള്ളത്തിൽ നിന്നും കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് വരുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്.
കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും രാജ്യമായി മാറിയത് ചിലിയാണ്. അപ്പോൾ കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയുമായി രാജ്യമായി മാറിയത് ചിലിയാണ്. ആദ്യത്തെ രാജ്യമായിട്ട് മാറിയത് ജോർദാനാണ്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആർടെമിസ് സെക്കൻഡിനെ കുറിച്ച് മുന്നത്തെ ക്ലാസ്സുകളിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതുകൂടെ പോയി ഒന്ന് കാണുക. അപ്പോൾ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ് സെക്കൻഡ്. അടുത്ത പോയിന്റ്, 2026 T20 ലോകകപ്പ് വിജയത്തിൽ പങ്കാളിയായ മലയാളി താരം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, സഞ്ജു വിശ്വനാഥ് സാംസൺ. വനിതാ ഏകദിന ക്രിക്കറ്റ് ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്മൃതി മന്ദാന. അത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അടുത്ത പോയിന്റ്, പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണിക ഇളങ്കോവനാണ്. തമിഴ്നാട് സ്വദേശിയാണ്. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയ താരം ചോദിച്ചു കഴിഞ്ഞാൽ ഭരണിയ ഇളങ്കോവനാണ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2025-26 സാമ്പത്തിക വർഷത്തിലെ തൊഴിൽ ദിന സൃഷ്ടിയിലും ചെലവിലും ഒന്നാമതെത്തിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തിരുവനന്തപുരമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2025-26 സാമ്പത്തിക വർഷത്തിലെ തൊഴിൽ ദിന സൃഷ്ടിയിലും ചെലവിലും ഒന്നാമതെത്തിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരമാണ്. 2-ാം സ്ഥാനത്തെത്തിയത് കോഴിക്കോട്, 3-ാം സ്ഥാനത്തെത്തിയത് കൊല്ലവുമാണ്. ഇത് രണ്ടും കൂടെ ഓർത്തു വെച്ചിരുന്നു. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായ മുൻ ഗോവ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PS ശ്രീധരൻ പിള്ളയാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായ മുൻ ഗോവ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? PS ശ്രീധരൻ പിള്ളയാണ്. തകഴി സേവനാശ്രീ പുരസ്കാരം എന്നൊരു പുരസ്കാരമുണ്ട്. ആ പുരസ്കാരത്തിന് അർഹനായത് ഷംസുദ്ദീൻ പാലേരിയാണ്. ഷംസുദ്ദീൻ പാലേരി. അടുത്ത ചോദ്യം, മലമ്പുഴ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പുൽമേട്ടിൽ നിന്നും കണ്ടെത്തിയ സുഗന്ധവ്യഞ്ജന കുടുംബത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പിമ്പിനല്ല പിഗ്മിയ. എങ്ങനെയാണ്? പിമ്പിനല്ല പിഗ്മിയ. മലമ്പുഴ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പുൽമേട്ടിൽ നിന്നും കണ്ടെത്തിയ സുഗന്ധവ്യഞ്ജന കുടുംബത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ പിമ്പിനല്ല പിഗ്മിയ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല പോർട്ട് ടാക്സി സംവിധാനം ആരംഭിച്ചത് മുംബൈയിലാണ്. 2026 നാരി ശക്തി വന്ദൻ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. 2026 നാരി ശക്തി വന്ദൻ സമ്മേളനം നടന്ന എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അടുത്ത് പഠിക്കുന്ന 3 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെൻസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? 2027 ഇന്ത്യൻ സെൻസസ് അതിന്റെ ആദ്യഘട്ടം ഔദ്യോഗികമായി ആരംഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ 1 2027 ഇന്ത്യൻ സെൻസസ് അതിന്റെ ആദ്യഘട്ടം ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ 1 ഇനി 2027 സെൻസസിനുള്ള ദേശീയ ടോൾ ഫ്രീ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1855 ആണ്. ഇതെന്തായാലും പഠിച്ചു വെച്ചിരുന്നു. 2027 സെൻസസിനുള്ള ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1855 ആണ്. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുദർശൻ പട്നായക്. അറിഞ്ഞിരുന്നു 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുദർശൻ പട്നായിക്കിനെയാണ്. ഇനി അടുത്ത് നമ്മുടെ റംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റംസാർ സൈറ്റിനെ കുറിച്ച് PSC മുൻ വർഷങ്ങൾ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 99ാമത് റംസാർ സൈറ്റ് പ്രഖ്യാപിച്ച ഷേഖ ജിൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മൾ മുന്നേ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ.
മാറിപ്പോവാതെ പഠിച്ചു വെച്ചിരുന്നോ? ഇന്ത്യയുടെ 99ാമത് റംസാർ സൈറ്റ് പ്രഖ്യാപിച്ച ഷേഖ് അഞ്ചൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 12 ആണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഓക്കെ. ഇനി ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി ലോക്സഭയിൽ പാസാക്കിയ ബിൽ എന്താണ്? ജൻവിശ്വാസ് ഭേദഗതി ബിൽ. ഇമ്പോർട്ടന്റ് ആണ്. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി ലോക്സഭയിൽ പാസാക്കിയ ബിൽ അറിയപ്പെടുന്ന എന്താണ്? ജൻവിശ്വാസ് ഭേദഗതി ബിൽ. ലോകത്തിലെ ആദ്യ ചരക്ക് ഗതാഗതത്തിന് മാത്രമായുള്ള ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ ജപ്പാനാണ്. അപ്പൊ ജപ്പാനിലാണ് ലോകത്തിലെ ആദ്യ ചരക്ക് ഗതാഗതത്തിന് മാത്രമുള്ള ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച ആദ്യ രാജ്യം ഏതാണ്? ജപ്പാനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വിക്രം 1 ആണ്. വിക്രം ഫസ്റ്റിനെ കുറിച്ച് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മേഖലയിലെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വിക്രം ഫസ്റ്റ് ആണ്. വികസിപ്പിച്ചെടുത്തത് അറിഞ്ഞിരുന്നോ ആരാണ്? സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ്. വികസിപ്പിച്ചെടുത്തത് ആരാണ്? സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ്. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനം ഏതാണെന്ന് ചോദിച്ചാൽ ശൂന്യയാണ്. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശൂന്യ. 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്. അതെവിടെയാണ്? ആലപ്പുഴയിലാണ്. അടുത്ത ചോദ്യം, 2032 ചന്ദ്രനിൽ മനുഷ്യർക്കായി ഒരു സ്ഥിരം താവളം പണിയാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോ, ഏതാണ്? നാസയാണ്. 2032 ചന്ദ്രനിൽ മനുഷ്യർക്കായി ഒരു സ്ഥിരം താവളം പണിയാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ ഏജൻസി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നാസയാണ്. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്ത് അറിയപ്പെടുന്ന എന്താണ്? ട്രയോണ്ട. എന്താണ്? ട്രയോണ്ട. സ്പാനിഷിൽ 3 തീരങ്ങൾ എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ചേർത്ത് വെച്ചാണ് പന്തിന് പേര് നൽകിയിരിക്കുന്നത്. വെള്ള നിറമുള്ള പശ്ചാത്തലത്തിൽ ചുമപ്പ്, പച്ച, നീല എന്നിങ്ങനെ 3 നിറങ്ങളാണ് പന്തിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ചുമപ്പ്, പച്ച, നീല 3 രാജ്യങ്ങളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അറിയാവുന്നവർ എന്ത് ചെയ്യാവുന്ന താഴെ കമന്റ് ചെയ്തിരിക്കുക. അപ്പോൾ 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്ത് അറിയപ്പെടുന്ന എന്താണ്? ട്രയോണ്ട. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേദികൾ എന്ന് പറയുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇത് പറയാൻ കാരണം മുൻ വർഷത്തെ PSC ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ചോദ്യപേപ്പർ പോലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാതെ PSC ഇന്നേ വരെ ഇറക്കിയിട്ടില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരുന്നോ. ജനുവരി മുതൽ ജൂൺ വരെയുള്ള എല്ലാ വേദികളും ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടം കേട്ടിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ചോദിച്ച ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ്? ഇന്ത്യയാണ്. കോമൺവെൽത്ത് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനത്തിന് വേദിയാകുന്നത് ഡൽഹിയാണ്. കോമൺവെൽത്ത് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2026 വേദിയാകുന്നത് ബീഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദ് ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റായ വിങ്സ് ഇന്ത്യ 2026 വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദിലാണ്. എല്ലാ വേദികളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ. 2026 മൊബൈൽ വേൾഡ് കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബാഴ്സലോണ സ്പെയിനിലാണ്. 2026 മൊബൈൽ വേൾഡ് കോൺഗ്രസിന് വേദിയാകുന്നത് ബാഴ്സലോണ സ്പെയിനാണ്. 2026 വൺ ഹെൽത്ത് വേൾഡ് സമ്മിറ്റ് വേദിയാകുന്ന രാജ്യം ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. 2026 വൺ ഹെൽത്ത് വേൾഡ് സമ്മിറ്റിന് വേദിയാകുന്ന രാജ്യം ചോദിച്ച ഏതാണ്? ഫ്രാൻസ് ആണ്. 2026 9ാമത്
ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം നടക്കുന്നത് മൗറീഷ്യസിൽ വെച്ചിട്ടാണ്. 2026 9ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? മൗറീഷ്യസ്. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മുഖ്യ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൽ കൊൽക്കത്തയിലാണ്. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മുഖ്യ വേദി ചോദിച്ചാൽ എവിടെയാണത്? കൊൽക്കത്ത. അടുത്തത് G20 വേദികളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. 2025 എവിടെയായിരുന്നു? ജൊഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. 20ാമതായിരുന്നു 2025 നടന്നത്. 2026 എവിടെയാണ്? മിയാമി. അത് എവിടെ വെച്ചിട്ടാണ്? അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഇനി 2027 എവിടെ വെച്ചിട്ടാണെന്ന് അറിഞ്ഞിരുന്നോ? അത് ബ്രിട്ടൻ ആണ്. 2028 23ാമത് G20 ആണ് നടക്കുന്നത്. അത് എവിടെ വെച്ചിട്ടാണ്? കൊറിയയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരുന്നോ? അടുത്ത് G7 വേദി എവിടെയാണ്? 2026 ഫ്രാൻസ്. ഈ ചോദ്യം ഫയറുമണ്ണ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2025 കാനഡയിലാണ്. 2024 എവിടെയാണ്? അത് ഇറ്റലിയിലായിരുന്നു. ഓക്കെ, അപ്പൊ 2026 ഫ്രാൻസിലാണ്, 2025 കാനഡയിൽ വെച്ചിട്ടാണ് നടന്നത്, 2024 എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഇറ്റലിയിൽ വെച്ചിട്ടാണ് G7 നടന്നത്. ഓക്കെ, ഇനി അടുത്തത് 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ്. അത് എവിടെയാണ്? ഇന്ത്യയാണ്. 2025 എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് അറിഞ്ഞോ? റിയോ ഡി ജനീറോയിലാണ്. റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. അതെവിടെയാണ്? ബ്രസീലിലാണ്. 2025 എവിടെ വെച്ചിട്ടാണ്? ബ്രസീലിലാണ്, റിയോ ഡി ജനീറോ. 2024 എവിടെ വെച്ചിട്ടാണ് നടന്നത്? കസാൻ, റഷ്യയിൽ വെച്ചിട്ടാണ്. ഇനി ദേശീയ ഗെയിംസിന്റെ വേദിയാണ്. 38ാമത് ദേശീയ ഗെയിംസ് 2025 എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ്. ഇനി 37ാമത് ദേശീയ ഗെയിംസ് 2023 എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഗോവയിൽ വെച്ചിട്ടാണ് നടന്നത്. എവിടെയാണ്? ഗോവയിൽ വെച്ചിട്ട്. ഇനി സന്തോഷ് ട്രോഫി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സന്തോഷ് ട്രോഫിയൊക്കെ PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. 2025 26 എവിടെ വെച്ചിട്ടാണ് നടന്നത്? ആസാമില്. 24 25 അറിഞ്ഞിരുന്നോ? എവിടെ വെച്ചിട്ടാണ്? ഹൈദരാബാദ് ആണ്, ഹൈദരാബാദ്. എത്രാമതാണ് 25 26 നടന്നത്? 79ാമത് സന്തോഷ് ട്രോഫിയാണ്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ആസാമിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, ഇനി സംസ്ഥാന സ്കൂൾ കായികമേള 2026 പാലക്കാട് വെച്ചും 2025 നടന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടുമാണ്. സംസ്ഥാന സ്കൂൾ കായികമേള 2026 എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? പാലക്കാട് വെച്ചാണ്. 2025 എവിടെ നടന്നത്? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടന്നത്. T20 പുരുഷ ലോകകപ്പ് 2026 ഇന്ത്യ ആൻഡ് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2028 എവിടെ വെച്ചിട്ടാണ്? ഓസ്ട്രേലിയ, ന്യൂസിലാൻഡും. T20 പുരുഷ ലോകകപ്പ് 2026 2028 അറിഞ്ഞിരുന്നോ? 2026 എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണ്. 2028 എവിടെ വെച്ചിട്ടാണ്? ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും. T20 വനിതാ ലോകകപ്പ്, ഇത് പുരുഷ ലോകകപ്പ്, ഇത് വനിതാ ലോകകപ്പ്, മാറിപ്പോവരുത്. 2025 ഇന്ത്യയിലാണ്, 2026 ഇംഗ്ലണ്ടിലാണ്. എവിടെ വെച്ചിട്ടാണ് T20 വനിതാ ലോകകപ്പ് നടക്കുന്നത്? 2026 ഇംഗ്ലണ്ടും, 2025 എവിടെയാണ്? ഇന്ത്യയാണ്. ഇനി ഫിഫ ലോകകപ്പാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും അതിന്റെ വേദി എവിടെയാണെന്ന്. 2026 എവിടെയാണ്? അമേരിക്ക, മെക്സിക്കോ, കാനഡയാണ്. 2030 എവിടെയാണെന്ന് അറിഞ്ഞിരുന്നോ? മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ ആണ്. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിനിലാണ് നടക്കുന്നത്. ഓക്കെ, 2027 ഇമ്പാക്ട് ഉച്ചകോടി എവിടെയാണെന്ന് ചോദിച്ചാൽ ജനീവ. എവിടെയാണ്? 2027 ഇമ്പാക്ട് ഉച്ചകോടി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ജനീവയിലാണ്. അത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരത്താണ്. കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരത്താണ്. 27ാമത് ദേശീയ ഗവർണൻസ് വേദി ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ്. 27ാമത് ദേശീയ ഗവർണൻസിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ്. അടുത്ത പോയിന്റ്, വായുശക്തി സൈനിക അഭ്യാസം 2026 നടന്നത് പൊഖ്രാൻ, രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നേ. വായുശക്തി സൈനികാഭ്യാസം 2026 നടന്ന എവിടെ വെച്ചിട്ടാണ്? പൊഖ്രാൻ, രാജസ്ഥാനാണ്. അടുത്ത പോയിന്റ്, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാവുന്നത് ഛത്തീസ്ഗഡ് ആണ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാവുന്നത് ഛത്തീസ്ഗഡ് ആണ്. മിലാൻ 2026 വേദി വിശാഖപട്ടണം. മിലാൻ 2026 വേദി അറിഞ്ഞതോ? വിശാഖപട്ടണം. അടുത്ത പോയിന്റ്, 2027 ഫിഫ വനിതാ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ചോദിച്ച ബ്രസീലാണ്. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പിന് വേദിയാകുന്ന എവിടെയാണ്? ബ്രസീലാണ്. വേദികൾ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് പദ്ധതികളും. ഇതും എല്ലാവരും മസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പോയിന്റ്, സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ. അപ്പൊ കനൽ എന്ന് വെച്ചാൽ എന്താണ്?
സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് കനലെന്ന്. അടുത്ത പോയിന്റ്, കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളുകളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടം ഒരുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്ന പദ്ധതിയാണ് സ്നേഹം. അപ്പം സ്നേഹം എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളുകളിലും വീട് പരിസരങ്ങളിലും കളിക്കൂട്ടം ഒരുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് ഇ സമൃദ്ധ്. എന്താണ്? കേരളത്തിലെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് ഇ സമൃദ്ധ്. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ ഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് അക്ഷരോന്നതി. അപ്പൊ എന്താണ്? പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആര് തുടങ്ങിയതാണ്? തദ്ദേശ ഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് അക്ഷരോന്നതി. റോഡ് അപകടങ്ങളിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് ലൈഫ് സേവർ പദ്ധതി. അപ്പൊ ലൈഫ് സേവർ പദ്ധതി എന്താണ്? റോഡ് അപകടങ്ങളിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് ലൈഫ് സേവർ പദ്ധതി. ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് 2026 ജനുവരിയിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കേരള AI മിഷൻ. കേരള AI മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനായി 2026 ജനുവരിയിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കേരള AI മിഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത പദ്ധതി, പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരമാരോഗ്യം. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരമാരോഗ്യം. വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി അറിയപ്പെടുന്നതാണ് ചുവട് 2026. വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി അറിയപ്പെടുന്നതാണ് ചുവട് 2026. പ്രവാസികൾക്ക് 1 കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് നോർക്ക കെയർ പ്ലസ്. അപ്പൊ നോർക്ക കെയർ പ്ലസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞിരുന്നോ? പ്രവാസികൾക്ക് 1 കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് നോർക്ക കെയർ പ്ലസ്. അടുത്ത പോയിന്റ്, കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് സുശക്തി മിഷൻ. ഇമ്പോർട്ടന്റ് ആണ്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിക്കുന്ന പുതിയ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? സുശക്തി മിഷൻ. അടുത്ത പോയിന്റ്, മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനായി ഹനുമാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ്. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനായി ഹനുമാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ചോദിച്ച ഹൃദ്യമാണ്. ഇതും പ്രീവിയസ് ഇയർ ഒരു ചോദ്യമാണ്. നവജാത ശിശുക്കൾക്ക് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ചോദിച്ചു കഴിഞ്ഞതാണ് ഹൃദ്യമാണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ഡേയ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. LGS ലെവൽ എക്സാമിനൊക്കെ PSC ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ആദ്യം പരാക്രം ദിവസാണ്. അതെന്താണ്? ജനുവരി 23 പരാക്രം ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അതെന്തിനാണ് 2026 ആചരിക്കുന്നത്? നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ 129ാമത് ജന്മദിന വാർഷിക ആഘോഷിച്ചുകൊണ്ടാണ് പരാക്രം ദിവസ് എന്ത് ചെയ്ത് ജനുവരി 23 നമ്മൾ ആചരിക്കുന്നത്. ഇനി നാഷണൽ ടൂറിസം ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജനുവരി 25 നാഷണൽ ടൂറിസം ഡേ എന്നാണ് ജനുവരി 25. ഇന്ത്യൻ പത്ര ദിവസം ചോദിച്ചാൽ ജനുവരി 29 ഇന്ത്യൻ പത്ര ദിവസം ചോദിച്ചാൽ എന്നാണ്? ജനുവരി 29. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? മാർച്ച് 8. അതിനൊരു തീമുണ്ട്. എന്താണ്? ഗീവ് ഇറ്റ് ടു ഗെയിൻ എന്നാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 2026 തീം എന്ന് വെച്ചാൽ എന്താണ്? ഗീവ് ഇറ്റ് ടു ഗെയിൻ എന്നാണ്. അന്താരാഷ്ട്ര സന്തോഷ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മാർച്ച് 20. അന്താരാഷ്ട്ര സന്തോഷ ദിനം ചോദിച്ചാൽ എന്താണ്? മാർച്ച് 20.
ലോക ജലദിനം എന്നാണ് മാർച്ച് 22 2026 ഒരു പ്രമേയമുണ്ട്, അറിഞ്ഞിരുന്നോ? വാട്ടർ ആൻഡ് ജെൻഡർ എന്നാണ്. അപ്പൊ ലോക ജലദിനം എന്നാണെന്ന് ചോദിച്ചാൽ എഴുതിക്കോണം, എന്താണ്? മാർച്ച് 22 2026 പ്രമേയം എന്താണ്? വാട്ടർ ആൻഡ് ജെൻഡർ എന്നാണ്. ലോകാരോഗ്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. ഇനി അതിന്റെ തീമും കൂടെ അറിഞ്ഞിരുന്നു, എന്താണ്? ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് ദി സയൻസ്. ടുഗദർ ഫോർ ഹെൽത്ത് ആൻഡ് സ്റ്റാൻഡ് വിത്ത് ദി സയൻസ് എന്നാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 നമ്മൾ ആചരിക്കുന്നുണ്ട്. അതിന്റെ 2026 തീം എന്ന് വെച്ചാൽ എന്താണ്? ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് ദി സയൻസ്. ലോക പൈതൃക ദിനം എന്നാണ്? ഏപ്രിൽ 18. ലോക പൈതൃക ദിനം എന്നാണ്? ഏപ്രിൽ 18. ലോക ഭൗമ ദിനം എന്നാണ്? ഏപ്രിൽ 22. അറിഞ്ഞിരുന്നോ? ലോക ഭൗമ ദിനം എന്നാണ്? ഏപ്രിൽ 22. അതിന് 2026 തീമുണ്ട്, എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി. അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ് 2026 ലോക ഭൗമ ദിനത്തിന്റെ തീം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി. ലോക നേഴ്സ് ദിനം എന്നാണ്? മെയ് 12 അല്ലേ? ലോക നേഴ്സ് ദിനം എന്നാണ്? മെയ് 12. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആഘോഷിക്കുന്ന എന്നാണ്? മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. അതിന്റെ 2026 തീം ഒന്ന് അറിഞ്ഞിരുന്നോ? ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട്. ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട്. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? അറിഞ്ഞിരുന്നോ? മെയ് 25. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25. അടുത്ത പോയിന്റ്, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7 അല്ലെ? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്ന് എഴുതണം? ജൂൺ 7 എഴുതണം. ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8. അപ്പൊ ലോക സമുദ്ര ദിനമായിട്ട് ആഘോഷിക്കുന്ന എന്നാണ്? ജൂൺ 8. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? ജൂൺ 14. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നാണ്? ജൂൺ 14. അതിനൊരു തീമുണ്ട്, 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി, ഗീവ് ബ്ലഡ്, സേവ് ലൈഫ്. എന്താണ് 2026 വേൾഡ് ബ്ലഡ് ഡോണർ ഡേയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി, ഗീവ് ബ്ലഡ്, സേവ് ലൈഫ്സ് എന്നാണ്. അടുത്ത പോയിന്റ്, മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായ അന്താരാഷ്ട്ര ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ജൂൺ 26. ഓർത്തു വെച്ചിരുന്നോ? മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായ അന്താരാഷ്ട്ര ദിനം ചോദിച്ചാൽ എന്നാണത്? ജൂൺ 26. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജൂലൈ 18 എക്സാം എഴുതുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു ക്ലാസ് കണ്ട് 1-2 വട്ടം തവണ കേട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ജൂലൈ 18 എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നന്ദി, നമസ്കാരം.